അങ്ങനെ ഒരു പോലീസുകാരൻ രജിസ്റ്റർ എടുത്തുകൊണ്ട് വരികയാണ്. അമ്പലത്തിൽ നിന്ന് കിട്ടിയ രജിസ്റ്ററാണ്. ആ രജിസ്റ്ററിൽ നോക്കുമ്പോൾ രേവതി എന്ന് പറയുന്ന കുട്ടിയാണ് അത് സാക്ഷിയായിട്ട് ഒപ്പിട്ടേക്കുന്നത്. അപ്പോൾ ഈ രേവതി ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി സച്ചിയോട് ചോദിക്കുകയാണ്, ഈ രേവതി ആരാണ്, നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് പറ. അപ്പോൾ പറഞ്ഞു, എൻ്റെ രേവതി എന്തായാലും ഇതിങ്ങനെ ചെയ്യില്ല, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അച്ഛനെ ചതിക്കില്ല, അതുപോലെ എൻ്റെ വീട്ടുകാരെ ചതിക്കില്ല, എന്നെ ചതിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ രേവതി ഇതെല്ലാം കേട്ടങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. രേവതിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള കാര്യം ഇവിടെ അറിഞ്ഞാൽ എന്തായാലും പൊട്ടിത്തെറി ഉണ്ടാവും, അതിനേതൊരു സംശയമില്ല. അപ്പോഴത്തേക്കും സച്ചിക്ക് ഒരു ആഗ്രഹം, അതായത് രേവതിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം, ഇതാരാണ് ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണത്തിന് സാക്ഷിയായിട്ട് ഒപ്പിട്ടേക്കുന്നത്. അപ്പോഴത്തേക്കും രേവതി അത് എന്ന് പറഞ്ഞ്, അപ്പോൾ ഏത് എന്ന് ചോദിക്കുന്നു, ഇതാരാണ്. അപ്പോഴത്തേക്കും പറഞ്ഞ്, ഞാനാണിത് ഒപ്പിട്ടേക്കുന്നത്. നീയാണോ ഒപ്പിട്ടേക്കുന്നത്? അതെ, ഞാനാണ്. അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് യാദൃച്ഛയായിട്ട് നീ ഇതൊന്നും പറയണ്ട, നിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇറക്കി. നിന്നെ അച്ഛൻ എങ്ങനെയാണ് നോക്കിയത്, ഞാൻ എങ്ങനെയാണ് നോക്കിയത്, എൻ്റെ വീട്ടുകാർ. അപ്പോൾ നീ എൻ്റെ വീട്ടുകാരെ എന്നെയും എൻ്റെ അച്ഛനെയും ചതിച്ച് നീ എന്ന് പറഞ്ഞ് സച്ചി പൊട്ടിത്തെറിച്ചുകൊണ്ട് കവളത്ത് ഒറ്റൊരടി പറ്റിച്ചു കൊടുക്കുന്നുണ്ട്. രേവതി അങ്ങ് മിണ്ടാ നിൽക്കുന്നു. രേവതിക്കൊന്ന് അപ്പോഴത്തേക്കും ചന്ദ്രമതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ നമ്മൾ രവീന്ദ്രനെ സ്റ്റേഷനിൽ സെല്ലിലിട്ടതിന് ശേഷം ചന്ദ്രമതിക്ക് കരച്ചിലിൻ്റെ അതേ ഭയങ്കര കരച്ചിലാണ്. ഇദ്ദേഹത്തിനൊന്നും അറിയില്ല, ഇദ്ദേഹം പാവമാണ്, ഇദ്ദേഹം നിരപരാധിയാണ്, ഇദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്, അദ്ദേഹത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴത്തേക്ക്, എടി നിന്നെ ഞാനല്ല, എൻ്റെ ഭർത്താവ് നിന്നെ എങ്ങനെയാണത് കണ്ടത്, നിന്നെ എങ്ങനെയാണ് കണ്ടത്, നീ എന്തിനാണ് അദ്ദേഹത്തിനെ പറ്റിച്ചത്, എന്തിനാണ് നീ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ കാല് കുത്തിയതിൻ്റെ അന്ന് മുതൽ തുടങ്ങിയ ശകുനപ്പഴയാണ്, നീ എന്ന് വന്ന് കയറി അന്ന് തുടങ്ങിയതാണ്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ അറിഞ്ഞും കൊണ്ട് ചെയ്തതല്ല, ഞാനിവിടെ അമ്പലത്തിൽ, നീ ഇവിടെ ഒന്നും പറയണ്ട, നിൻ്റെ കാര്യം ഒന്നും കേൾക്കുകയും വേണ്ട, നീ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്നിറങ്ങണം, നിന്നെ ഇവിടെ ആർക്കും വേണ്ട, എൻ്റെ അച്ഛനെ പറ്റിച്ച് നിന്നെ എന്തിനാണ് ഇവിടെ, എൻ്റെ അച്ഛൻ നിരപരാധിയാണ്, അച്ഛനെ പറ്റിച്ച് നിന്നെ ഇനി എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു സച്ചി രേവതിയെ പുറന്തള്ളിക്കളയാണ്. ഞാൻ ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം സംഭവിച്ചു പോയത്. എത്ര സന്തോഷത്തോടെ സച്ചിനെ യാത്രയാക്കിയ രേവതിക്ക് തിരിച്ചു വന്നപ്പോൾ കിട്ടിയ ഫലം ഇങ്ങനെ. അതാണ് പറയുന്നത്, നിമിഷ നേരം കൊണ്ട് എന്തും സംഭവിക്കാം. എന്താണ് മനുഷ്യരുടെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ഇത് ഈശ്വരന് മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്കും രേവതി കരഞ്ഞ് വെളിയിൽ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കുകയാണ്. രേവതി അകത്തോട്ട് കയറില്ല. സച്ചി ആഹാരം കൊണ്ട് അച്ഛന് കൊണ്ട് കൊടുക്കുന്ന, അച്ഛ ഈ ആഹാരം കഴിക്കച്ച, അച്ഛ ഇത് കഴിക്കുക പറയുന്നുണ്ട്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് നിലത്തോട്ട് താഴം പതിച്ചങ്ങ് പോവാണ്. നമ്മുടെ രവീന്ദ്രൻ എങ്ങനെയെങ്കിലും ഭൂമി പിളർന്ന് താഴോട്ട് എനിക്ക് അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു ചിന്ത. എൻ്റെ മകൻ എന്നെ ഇങ്ങനെ പറ്റിച്ചു, അത് പോയിട്ട് എൻ്റെ മരുമകളും എന്നെ പറ്റിച്ചു, അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടുനിന്നല്ലേ ഞാൻ ഇന്ന് ഈ നിലയിൽ ഈ സ്റ്റേഷനിൽ നിൽക്കാനായി വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ദേവു പറയാൻ വേണ്ടി വന്നപ്പോൾ ദേവുവിൻ്റെ വായിൽ പൊത്തിയിട്ട് പറഞ്ഞു, നീ ഒന്നും പറയണ്ടെന്ന്, നീ ഇപ്പം മനസ്സിലായില്ലേ, എൻ്റെ ജീവിതം ഇപ്പോൾ കുട്ടിച്ചോറായപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, നീ എന്തുകൊണ്ട് എൻ്റെ ഒരു വാക്ക് പറഞ്ഞാത്ത, നീ അല്ലേ ഇതിനെല്ലാം കൂട്ടുനിന്നത്, ചേച്ചി ഞാൻ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും അതൊന്നും പറയണ്ട, ഇന്ന് എൻ്റെ ജീവിതം കണ്ടില്ലേ, ഞാനും സത്യമായിട്ടും എന്ത് സന്തോഷത്തോട് കഴിഞ്ഞിരുന്ന കുടുംബമായിട്ട് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്ന, എൻ്റെ ദൈവത്തിനെ പോലെ ദൈവത്തിന് തുല്യനായി നമ്മളെല്ലാവരും കണ്ടിരുന്ന നമ്മുടെ സച്ചിയേട്ടൻ്റെ അച്ഛനെ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിൽക്കുന്നതുണ്ട്. അപ്പം നമ്മളൊരാൾ നിമിത്തമല്ലേ ഇതെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞും കൊണ്ട് രേവതി വെങ്ങി പൊട്ടിക്കരയാണ്. രേവതിക്കും ദേവുവിനും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ശ്രീകാന്ത് എപ്പോഴാണ് ഇവിടെ വരുന്നത് അപ്പോൾ മാത്രമേ ഇദ്ദേഹത്തെ പുറത്തിറക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നാളെ കോടതിയിലേക്ക് ഹാജരാക്കും, കേസ് ഫയൽ ചെയ്ത് കോടതിയിലോട്ട് ഹാജരാക്കും. ഈ സമയത്ത് വർഷയുടെ അച്ഛനും അമ്മയും അവിടെ നിൽപ്പുണ്ട്. അവർക്ക് എന്തില്ലാത്ത ദേഷ്യമാണ് രവീന്ദ്രനോട്, അന്നത്തെ പകയും ഉണ്ട്. പക്ഷേ ഇതും കൂടെ അപ്പോഴത്തേക്കും പോലീസ് പറയുന്നുണ്ട്, നിങ്ങളിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, പയ്യൻ വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം, അല്ലാതെ നിങ്ങളിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോഴത്തേക്കും രവീന്ദ്രൻ വന്ന്
രവീന്ദ്രൻ്റെ അടുത്ത് വന്ന് മധുസൂദനൻ വന്ന് പറയടാ, നീ നിൻ്റെ മകനെക്കുറിച്ച് എന്തോന്നാണ് പറഞ്ഞത്? എൻ്റെ മകൻ അത് ചെയ്യില്ല, എൻ്റെ മകൻ ഇത് ചെയ്യില്ല, ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്, എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നീ ഇപ്പോൾ എന്താണ്? നിൻ്റെ മകൻ തന്നെയാണ് എൻ്റെ മോളെ കൊണ്ടുപോയി, അല്ലാതെ വേറെ ആരുമല്ല എന്നും പറഞ്ഞും കൊണ്ട് മധുസൂദനൻ കുറേയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. സച്ചി ഇതെല്ലാം കേട്ടോണ്ട് അങ്ങനെ നിൽക്കാൻ സച്ചിക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും രേവതിയുടെ കവളത്തിൽ അടിച്ചപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, ഇവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വനിതയെ അടിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്ത കേസ് വേറെ ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി എന്തെന്ന് വെച്ചാൽ കാണിച്ച്, ഇവിടെ വെച്ചതൊന്നും കാണിക്കാൻ പറ്റില്ല. സച്ചിയുടെ മുമ്പിൽ യാചിച്ച് പറഞ്ഞിട്ട് കേൾക്കില്ല. അങ്ങനെ സച്ചി ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തും വർഷയും ഭയങ്കര സന്തോഷത്തിൽ വേറൊരു വീട്ടിൽ വാടകയ്ക്ക് കഴിയുകയാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് മൊബൈൽ ഓണാക്കി വെച്ചപ്പോൾ അതിലൊരു മെസ്സേജ് കിടക്കുന്നുണ്ട്. ആരുടെ? നമ്മുടെ രേവതിയുടെ മെസ്സേജ്. രേവതി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, നീ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇത് കേട്ടതും ഉറങ്ങിക്കിടന്ന വർഷയെ വിളിച്ചൊന്ന് എത്തിയിട്ട് പറഞ്ഞു, വർഷ പെട്ടെന്ന് എണീക്കുക, അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് അച്ഛനെ കൊഞ്ചൊന്ന് കാണണം, നിൻ്റെ അച്ഛനും അമ്മയും കേസ് കൊടുത്തിരിക്കുകയാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പോയി അച്ഛനെ ചെന്ന് കാണണം. അങ്ങനെ വർഷയും ശ്രീകാന്തും അച്ഛനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്.